ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇനി ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം ഫീൽ ലൈക്സ് ടു ടേക്ക് എ വ്ളോഗ്. പക്ഷെ എന്ത് വ്ളോഗെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടന്നു. ഞാൻ ഇറങ്ങി നടക്കുന്നത് വ്ളോഗാക്കാം. പിന്നെ ഞാൻ കരുതി ഈവനിങ് വ്ളോഗെന്നും ഈവനിങ് വ്ളോഗെന്നും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചു. പക്ഷെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് പുറകോട്ട് വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. സോ ഈ മുളക് കണ്ടോ ഗൈസ് എൻ്റെ സോ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫ്ലവർ പോലെയാണ് കണ്ടാ. ഞാൻ നശിപ്പിക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ ആൻറ്റി എൻ്റെ അടുത്ത് കഥ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. ഇത് ഫോക്കസ് ആകത്തെ ഇതാണ് എന്തായാലും സാധനം. നമുക്ക് പയ്യെ ഇവിടുന്ന് ഇങ്ങനെ വലിയ കാരണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാളായിട്ട് ഞാൻ ആൾക്കാരോട് സംസാരിക്കാത്ത എനിക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംസാരിക്കുന്നതല്ലേ ഇടയ്ക്കൊക്കെ അവരോടൊക്കെ. പക്ഷെ ഞാൻ നടന്നു. പക്ഷെ ഇപ്പം നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് സംസാരിക്കണമായിരുന്നു. നടന്നത് മോശമായിരുന്നു. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് നടന്നത്. ആക്ച്വലി എന്നോടാണോ പുള്ളിക്കാരി എണീറ്റ്. പക്ഷെ നടന്നത് മോശമായി. കുറച്ചുകൂടെ സംസാരിക്കായിരുന്നു. കുറച്ചാ സംസാരിച്ചു. ഓക്കെ ചക്ക ഗൈസ് ഇത് നല്ല ചക്കയാണ്. വേണ്ട ഇവിടെ ഉണ്ട് മണ്ടയ്ക്ക്. ഇത് ഫോക്കസ് ആവാത്ത എന്താ ഗൈസ്? ഞാൻ ക്യാമറ തുടക്കട്ടെ. ഓക്കെ ഗൈസ് മണ്ടയ്ക്കൊട്ടൊക്കെ ഉണ്ട്. ഇതിൽ ആക്ച്വലി ഫസ്റ്റിലത്തെ ചക്ക അപ്പച്ചി ഇങ്ങനെ തുണി മണ്ടയ്ക്ക് എടുക്കാൻ പോയ സമയത്ത് ഇങ്ങനെ മണ്ടയ്ക്ക് കൊത്താൻ തുടങ്ങി കിളി. അപ്പോഴാണ് നമ്മൾ കാണുന്നത്. പിന്നെ സെക്കൻഡ് ചക്കയും പറിച്ചു. ഇനി ഇതും കൂടെ ഉണ്ട്, നമ്മൾ പറിക്കും. ആൻഡ് ഇവിടെ വേറെ എന്താ, ഇവിടെ കുറേ കൊതുകുണ്ട്. പിന്നെ പുള്ളിക്കാരി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മോശമായോ? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നടന്നു. പെട്ടെന്നല്ല, ഞാൻ കുറേ നേരം നിന്നവിടെ. മനസ്സിലായി? ഓക്കെ ഇവിടെ ഇതെന്ത് പോവാ? ഇതെന്തുവാ എനിക്കറിയില്ല. കൊള്ളാം അല്ലേ? ഇതൊരു തരം പൂവാണ്. കണ്ട എന്ത് പട്ടിയാണ്. അവരുടെ വീട്ടിൽ കുറേ പൂച്ചയുണ്ട്, പട്ടിയുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു 1-2 പട്ടിയും 1-2 പൂച്ചയേ ഉള്ളൂ. ഇന്നത്തെ ഇഷ്ടം പോലെ പട്ടിയും പൂച്ചയായിരുന്നപ്പോൾ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പട്ടിയായിരുന്നപ്പം എനിക്ക് പട്ടിയെ പേടിയാണ്. പിന്നെ രാത്രി ഈ പട്ടി ഈ മുറി, ഞാൻ ഇവിടാണ് കിടക്കുന്നത്, ഇതിനകത്താണ് എൻ്റെ മുറി. ഓക്കെ, അപ്പം ഇവിടെ വന്ന് കിടന്നിങ്ങനെ ഓലയൊക്കെ ഇടും. അപ്പം എനിക്ക് ഒന്നാമത് പേടിയാണ് രാത്രി പ്രേതം ഉണ്ടെന്നും പറഞ്ഞു. അത് മാത്രം എനിക്ക് അത്ര ഇഷ്ടമല്ല. ബാക്കിയൊക്കെ ഓക്കെ. പിന്നെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് അവരുടെ വീട്ടിലൊരു ഓലഞ്ഞാലി തന്നെ. അപ്പം അതിങ്ങനെ വരുമായിരുന്നു. അവരുടെ അവിടെ കതവേ വന്നിങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ ഫ്രണ്ട്ലി ആയിട്ട്. അത് കൊള്ളായിരുന്നു. എൻ്റെ ഈ ഡ്രസ്സ് കണ്ട് നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ ഇങ്ങനെ ഒരുങ്ങി കെട്ടി നടക്കുകയാണ് വിചാരിക്കരുത്. എൻ്റെ അമ്മയ്ക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല പുറത്തിടാൻ. അപ്പം ഞാനിത് വീട്ടിലിടുന്നു. നല്ല ഡ്രസ്സല്ലേ ക്യാമറ കാണാൻ? പക്ഷെ നേരിട്ട് കാണാൻ നരച്ച ലുക്കാണ്. വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് ആക്ച്വലി പുറത്തൊക്കെ പോയി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പൂപ്പൻ ഇരിക്കുന്നതുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞു പുറത്ത്. നമുക്ക് ഈ വാതൊക്കെ പോയി നോക്കാം. മിക്കവാറും എന്നെ വഴക്ക് പറയും അവിടെ പോകാൻ പോയിക്കും. ബട്ട് സ്റ്റിൽ ഇത് കണ്ടോ മീ പ്ലാന്റ്. അത് വല വെച്ചിങ്ങനെ കണ്ടോട്ടെല്ലാം കരിയിലാണ്. ഭയങ്കര കാറ്റായിരുന്നു മുന്നേ. ഇങ്ങനെയാണ്. അപ്പം കണ്ടു ഞാൻ നടക്കുന്നത്. ചിലപ്പോൾ അവിടെ പോകാം, അല്ലെങ്കിൽ പുറകിന് വരും. രണ്ടിലൊന്നും സംഭവിക്കും ഗൈസ്. ഒന്നും സംഭവിച്ചില്ല. ഓക്കെ കാണിക്കണ്ട. ഇവിടെ കുറേ ചെടിയുണ്ട്, റോഡുണ്ട്. ഇവിടെ ഇങ്ങനെ എന്നെ തന്നെ വെട്ടിയൊട്ടിക്കാം. സത്യം എന്നോട് കാണിക്കാനൊന്നുമില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകാം. ആക്ച്വലി അങ്ങ് റോഡിലോട്ട് നടന്നാലോ? അഡ്വഞ്ചറസ്. അപ്പോൾ ഞാൻ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. അയ്യോ അപ്പം എണീറ്റ് നമുക്ക് തിരിഞ്ഞ് നോക്കാം. അപ്പം കണ്ടു ഞാൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുണ്ട്, അതാണ് ഫ്ലവർ. അപ്പം
ഇങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എല്ലാം അയ്യോ ഫോക്കസ് ആണത്. ഇത് കണ്ടോ, ഇതൊക്കെ ആ ചെടിയിൽ നിന്ന് വരുന്ന ഫ്ലവേഴ്സാണ്. ഓക്കെ, സപ്പിപ്പിനകത്ത് കയറി നമുക്കപ്പോൾ റോഡിലേക്ക് നടക്കാം. പക്ഷെ എന്നെ വഴക്ക് പറയാം. ഇറ്റ്സ് ഓക്കെ. അവിടം വരെയൊക്കെ നടക്കണം, ഇവിടെ നടക്കണം. ഞാൻ ഇവിടെ നിന്ന് അവിടെ വരെ രണ്ടൊക്കെ പോവുകയും ചെയ്യും. നമുക്ക് നടക്കണ്ട, നമുക്ക് വേറെ സ്റ്റഡി പോകാം. ഇവിടെ ഇനിയുണ്ട് സ്ഥലം. നമ്മളിപ്പോൾ പുറകിൽ ഒരു സൈഡിൽ പോയുള്ളൂ, അപ്പുറത്തെ സൈഡിൽ നമ്മൾ പുറകിൽ പോയില്ല. എന്തുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആൻഡ് നമുക്കിപ്പം പണ്ടത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുളം, പക്ഷേ കുളം ഇപ്പം ഗ്രീനാണ്, ഫുൾ ഓഫ് ആൽഗീസ്. ഫുൾ ഓഫ് അതെന്തോ അച്ഛൻ ഈ താമരയ്ക്ക് വേണ്ടി എന്തോ വളമിട്ടു. അതിന് ശേഷം അതിന് മുന്നേ തന്നെ മീനൊക്കെ ചത്തു. അപ്പോൾ പിന്നെ അച്ഛനകത്ത് വളമൊക്കെ ഇട്ട് താമരയും പുഷ്ടിപ്പെടുത്തുന്നു. അതാണിപ്പോൾ നടക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ ഇവിടെ ഈ മരം കണ്ടോ, ഇത് ഞാൻ വട്ടം ഇടാം. അത് റംബൂട്ടാനാണ്. പക്ഷെ നമ്മൾ പോയ അതോ ഇതാണോ? ഒരുപോലത്തെ 2 മരമുണ്ട് ഇവിടെ, അതുകൊണ്ട് എനിക്കറിയത്തില്ല. എന്തായാലും റംബൂട്ടാനുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം മിക്കയിടത്തും റംബൂട്ടാൻ കായ്ച്ചു, നമ്മുടെ ഇവിടെ കായ്ച്ചില്ല. ഐ ഡോണ്ട് നോ. ചിലപ്പോൾ ഇത് ചെറുതായോണ്ടാവാം, എനിക്കറിയില്ല. ഇവിടെ കുളമുണ്ട് ഗൈസ്. കുളത്തിൽ മീനുണ്ടായിരുന്നു, നമുക്ക് ചൂണ്ടയിടായിരുന്നു. പക്ഷെ മീനില്ലാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വെള്ളമുണ്ട് അല്ലേ, നല്ല വാടയും. ഓക്കെ, അത് അപ്പുറത്തെ നമ്മുടെ കുളമൊന്നുമല്ല, അപ്പുറത്തേവരുടെയാണ്. അയ്യോ, ഇവിടെ ഒരു പുളി കിടക്കുന്നില്ലോ, അത് പക്ഷെ അളിഞ്ഞു കിടക്കണ്ട. ഇനിയും ഇത് കുളം കേട്ടോ, പിന്നെ കാണിച്ചല്ലേ, ഇതും കുളമാണ്. അവിടെ കണ്ടുണ്ട്, ഇവിടെ കുളമുണ്ട്. ഇങ്ങനെ പോയിട്ട് അങ്ങോട്ടേക്ക് ഓടെ വന്ന് അങ്ങ് പോകും. അങ്ങനെയാണ് കുളം. ഇവിടെ കുറേ മീനുണ്ടായിരുന്നു, പണ്ട് ഞാൻ ചൂണ്ടയൊക്കെ ഇടായിരുന്നു. ഇപ്പോഴാണ് മുറിച്ചതിന് ഇറങ്ങാൻ താല്പര്യമില്ലാത്ത ഒരാളായി മാറിയത്. അച്ഛനാണ് നമുക്ക് നെക്സ്റ്റ് അപ്പൂപ്പൻ എങ്ങോട്ട് പോകുന്നു. പക്ഷേ ഇതാണ് അപ്പൂപ്പൻ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോകരുതെന്ന്. അതിന് അച്ഛൻ പോയി കഴിയുമ്പോൾ എൻ്റെ കണ്ണ് വെട്ടിച്ച് പോകും. എന്നിട്ട് എനിക്ക് മുട്ടായി വാങ്ങിച്ചു തരും, ഞാൻ ആരോടും പറയാതിരിക്കും. സോ സാഡ്. നമുക്കിവിടെ നിന്ന് നോക്കാം. എവിടെ പോവാൻ ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് നോക്കിയാൽ പോവാം, അല്ലെ ജ്യോതി എടുത്ത് പോവാന്ന് പറയും. എവിടെ പോവാ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ജ്യോതി എടുത്ത് പോവാ, അല്ലെങ്കിൽ അങ്ങനെ. ജ്യോതി എന്ന് പറഞ്ഞാൽ എൻ്റെ അത്തച്ചിയാണേ. എന്ത് ചെയ്യാനാണ്, ചുമ്മാ റൗണ്ട് അടിക്കാൻ പോവാണ്. സീരിയസ്ലി ക്ഷീണിച്ചു. എനിക്ക് ഈ ഒരു ഉണ്ടല്ലോ, ഇതിപ്പോഴാണ് വലുതായത്. പണ്ട് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് എനിക്കൊരു റെഡ് കളർ റബ്ബർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പോട്ടെ. ഹെൽമെറ്റൊക്കെ കാണുമ്പോൾ നിങ്ങളായിരിക്കും ഈ പറഞ്ഞ അപ്പച്ചിറ ഇവിടെ ദൂരെയായിരുന്നു. ഇവിടുന്ന് 1 2 3 ഒരു 4-5 വീട് അപ്പുറം, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ മരത്തിൻ്റെ ഇവിടെ ഈ അയ്യം മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊതയുമായിരുന്നു മഴ വരുമ്പോൾ. ഓക്കെ, ഇപ്പോഴുണ്ട് നടത്തിൽ മഴയത്ത് ഇറങ്ങാറില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇതിനെ റൗണ്ട്സ് അടിക്കുകയായിരുന്നു. അന്ന് വ്ളോഗില്ലല്ലോ, അന്ന് സെൽഫ് വ്ളോഗ്, അതായത് ക്യാമറ ഇല്ലാതുള്ള ടൈപ്പ് വ്ളോഗിങ് ആയിരുന്നു, വിത്തൗട്ട് ഫോൺ. കുറയ്ക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ സ്വയം ഇങ്ങനെ മനസ്സിൽ സംസാരിച്ച് നടക്കുന്നൊരു തരം ആളായിരുന്നു. അപ്പം നടന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ പൊതഞ്ഞു. ഞാൻ ഇങ്ങനെ അങ്ങ് പോയി. അമ്മയടുത്ത് പറയാൻ പറ്റും, അമ്മ വഴക്ക് വരത്തില്ല. ഇവിടെയൊക്കെ വെള്ളമൊക്കെ കിടക്കുക. പിന്നെന്താ, ഇവിടെ കുഞ്ഞൊരു ഈ മമ്മട്ടി പോലത്തെ സാധനം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതെടുത്തോണ്ട് വന്ന് കുഴിച്ച് ചെരുപ്പെടുത്തു. അപ്പം കുഴി അവിടെ കിടക്കുകയാണ്. എന്നിട്ട് പിന്നെ ഒരു തവണ അപ്പൂപ്പൻ വന്ന കുഴിയിൽ വീണ്ടും ഇതുപോലെ തന്നെ വീണു. ആക്ച്വലി ഞാൻ അവിടെ കുഴിച്ചുകൊണ്ട് കുഴിയുടെ ആഴം കൂടി വെള്ളം നിറഞ്ഞു. ഒക്കെയാണോ അബദ്ധം പറ്റിയത്. പിന്നെന്താണ് ഇവിടെ കാണിക്കാൻ കഴിയും? ഇവിടെ ഹൈവേ അടുത്താണ്, അപ്പോൾ ഇവിടുന്ന് സൗണ്ട് കേൾക്കും. ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നു കേട്ടോ. പണ്ട് ഹൈവേ കാണാൻ പറ്റുമായിരുന്നു, ഇപ്പം വന്നിട്ട് പുതിയ ഹൈവേ ആണല്ലോ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും. നോക്കാം, നമുക്ക് കാണാവുന്നേ. ഇപ്പോഴാണ് ഞാനൊരു അപ്ഡേറ്റ് അറിയുന്നത്, എൻ്റെ വീടിൻ്റെ അവിടെ വേറൊരു വീട്.
ഈ വീട് ഇവിടെ ഒരു വീടുണ്ടേ, അത് പണിയുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. ഇത് കണ്ടോ, ഇതില്ലായിരുന്നപ്പം നമുക്ക് ഹൈവേ കാണാമായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അങ്ങനെ ഒരു വീട് കാണുന്നത്. ഇത് എപ്പോൾ പണി? അവിടെ ഒരു ശൂന്യമായ അയ്യവായിരുന്നു. നമുക്ക് ചൂണ്ടയിട്ട് നോക്കായിരുന്നല്ലേ. വേണ്ട, കൊതുക നിനക്കിടാൻ വയ്യ കൈ. എന്ത് ചെയ്യാനാണ്? കൊതുകല്ല കേസ് ഉറുമ്പാണ്. എൻ്റെ അമ്മേ. മഴയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു, നല്ല രസമായിരുന്നു അല്ലേ? മഴ ഇല്ലാത്ത സമയത്ത് അവിടെ നിന്ന് വ്ലോഗ് ചെയ്യാൻ വേണേ. പക്ഷേ ഉറുമ്പ്. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റോഡിലോട്ട് നടക്കാം, എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു വരാം. കാരണം ഇവിടെ അമ്മമ്മ ഒറ്റയ്ക്കല്ലോ. പോയിട്ട് ചുമ്മാ വരാം. ഞാൻ നടന്ന് ഇവിടെ എത്തി. പക്ഷെ ഞാൻ ഈ നാട്ടിൽ ഇങ്ങനെ നിന്ന് വ്ളോഗ് എടുത്തിട്ടില്ല. ക്യാമറ തിരിച്ചു വെച്ച് ഫൈനാണ്. പക്ഷേ ഞാൻ അണയ്ക്കുന്നു. ജിമ്മിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇതിലും ഇങ്ങനെ ആകുമായിരുന്നു. ഇപ്പം അത്രയൊന്നുമില്ല. നമ്മൾ റോഡിൻ്റെ അറ്റത്തെത്തി ഗൈസ്. പക്ഷേ ഇവിടെ പക്ഷേ ലുക്ക്, ഈ റോഡൊന്നും ആരുമില്ല ഗൈസ്. അയ്യോ, രണ്ടുപേരും നമുക്ക് ഓടാം ഗൈസ്. അയ്യോ, ഞാൻ ഓടയും കൂടെ കാണിക്കാം. കണ്ടോ, ഇത് ചില സമയത്ത് നൈറ്റൊക്കെ ആരും എനിക്ക് പരിചയമുള്ള ആരാണെന്ന് തോന്നുന്നു. അരിലോട്ട് പുല്ല് നമുക്ക് ഓടേണ്ട ഗൈസ്. അതായത് ഇതാണ്, ഇവിടാണ് ഓട. ഓക്കെ, ഈ സൈഡാണ് അകത്തേക്ക് പോകാം. ഐ ഫീൽ സംതിങ് സസ്പീഷ്യസ്. അയാൾ പോയി, വെറുതെ അയാളെ സംശയിച്ചേ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. ഇവരൊക്കെ ഓർമ്മയുണ്ട് ഗൈസ്. ഞങ്ങളെപ്പോലെ തന്നെ ഞാനും കുറേ കാര്യങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാൾ ഭയങ്കര വട്ട് പിടിക്കുന്നതായിരുന്നു ജോലി. ആൻഡ് സമയമില്ലായിരുന്നു. ഓഫ് ഡേ വരുമ്പോൾ പോലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. അപ്പം നമുക്ക് സമയമില്ലായിരുന്നു. ഇങ്ങനെ പുറത്തേ നമുക്ക് ഇതെന്താ പേരയ്ക്ക വളർന്നു കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് പേരയ്ക്ക പറിക്കുന്നത് വ്ളോഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസമേ ട്യൂഷൻ പിള്ളേർ ഇവിടെ ഒരു ചെറിയൊരു പാമ്പ് ചത്തു കിടക്കുന്നത് കണ്ടു. അപ്പം അവരന്ന് ലേറ്റായിട്ട് വന്നാൽ ഞാൻ ദേഷ്യപ്പെട്ട് കയറിക്കണം. അപ്പം ഞാൻ അന്ന് നോക്കിയില്ല. പിറ്റേന്ന് ഞാനും ഋഷിയും കൂടെ കളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് എന്നെ കണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ ഒന്നും എടുത്തില്ല. അവൻ അതെടുത്ത് തിന്നു നോക്കുന്നതിന് മുമ്പ് ഞാൻ കളയാനാണ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അച്ഛൻ. ഇവിടെയും കൃഷിയുണ്ട്, മുളക്, തക്കാളി ഉണ്ടായിരുന്നു. അതെല്ലാം അതിൻ്റെ കാലം കഴിഞ്ഞു. പറിച്ച് അത് കഴിഞ്ഞു. ചെറിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു, നോർമൽ ടൊമാറ്റോ ഉണ്ടായിരുന്നു, പിന്നെ ബ്രിഞ്ചാളുണ്ട്, പിന്നെ മുളക്, പിന്നെ ദാ ഇത് കണ്ടോ, ഇത് ചേമ്പ്. അതിൻ്റെ തണ്ടിങ്ങനെ മുറിച്ച് തോരൻ വയ്ക്കും, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പിന്നെന്തുവാ, പിന്നെ മുളകാണ് ഗൈസ്. നമ്മൾ മെയിൻലി കാന്താരി മുളക്, വെള്ളമുളക്, ഉണ്ടമുളക്, നമ്മൾ മുന്നേ കണ്ടില്ലേ പൂ പോലത്തെ മുളക്, ഇതൊക്കെയാണ്. ഇവിടെ പിന്നെ പൂക്കളും ചെടികളും ഇലകളും. അമ്മയ്ക്ക് ഈ കളറുള്ള ഇല അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ, ഇവിടെ എല്ലാം ഭയങ്കര കാറ്റും മഴയായിരുന്നു ഇന്നലെ രാത്രിയിൽ. ഇന്നും ഇപ്പോഴാണ് തെളിഞ്ഞത്. ഞാനാണെങ്കിൽ രാവിലെ വ്ളോഗ് എടുക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ അതാണ് അവസ്ഥ രാവിലെ. അപ്പം എനിക്കങ്ങ് മൂഡ് പോയി. പിന്നെ ഞാൻ വേറെ എന്തോ ചെയ്തുകൊണ്ടിരുന്നു, സിനിമ കണ്ടു. പിന്നെ എനിക്കിപ്പോൾ പെട്ടെന്ന് വ്ളോഗ് ചെയ്യാം. കാരണം ഞാൻ അഹാനയുടെ ആ പുള്ളിക്കാരിയുടെ റീൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര, അതുപോലൊക്കെ നമുക്ക് കഴിവില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. പക്ഷേ അതിനാദ്യം നമ്മൾ വ്ളോഗ് എടുക്കണമല്ലോ. ഞാൻ ഇങ്ങനെ പിടിച്ച് വ്ളോഗ് എടുത്ത കാലം പറഞ്ഞു. ഒന്നെങ്കിൽ അതിന് ചേച്ചി വരണം, അല്ലെങ്കിൽ കോളേജിൽ ആയിരുന്നപ്പോഴായിരുന്നു. ഇവ നോക്കി എടുക്കാം എപ്പോഴേലുമൊക്കെ. ഈവൻ വർക്ക് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് ആക്റ്റീവ് ആവണമെന്ന് എനിക്കുണ്ട്. മനസ്സിലായി? ഉണ്ട്, നടക്കാറില്ല. കാരണം ഞാൻ ഇട്ടാലും ആരും കാണത്തില്ല. അപ്പോൾ എനിക്ക് ഡീമോട്ടിവേറ്റ് ആവും. പക്ഷെ ഞാൻ ജിമ്മിൻ്റെ ഇടുമ്പോഴത്തേക്കും ആൾക്കാർ കാണും. അപ്പോൾ ഞാൻ ഭയങ്കര മോട്ടിവേറ്റ്. ഇപ്പം ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. പക്ഷെ അത് ഇത്ര നാളുണ്ടാവുമെന്ന് എനിക്കറിയില്ല.
സോ അതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വ്ളോഗ് കേട്ടോ. പക്ഷെ എങ്ങനെ നമ്മളത് ഒരു നിർത്തണമല്ലോ, നമുക്ക് നിർത്താൻ എന്തെങ്കിലും വഴി നോക്കാം. സോ ഇവിടെ നമുക്ക് ഇൻട്രോയും എടുക്കാമായിരുന്നു, ഇത് കൊള്ളാം. സോ ഗൈസ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ ഒരു ഇത് നിർത്തണം, എങ്ങനെ തുടങ്ങണം, എനിക്കൊന്നും അറിയില്ല. നമുക്ക് പഠിക്കണം. സോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനൊരു വ്ളോഗ്, അല്ലാതെ ബാക്കി വീഡിയോസ് മിനിമം ഒരു 4 വീഡിയോ ഒരാഴ്ച എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. വീഡിയോ എടുത്ത് വെക്കും, എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. യെസ്, ഓക്കെ. അപ്പം പുറത്തുള്ള ആൾക്കാർ ഓക്കെ ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ. ബൈ.